ആ സ്കൂളിലാണ് ഹയർ സെക്കൻഡറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ 16 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ അതിക്രൂരമായി റാഗിങ്ങിന്റെ പേരിൽ പീഡിപ്പിച്ചത്. ഒരു കുട്ടിയെ ക്ലോസറ്റ് നക്കിക്കുകയാണ്. RSSകാർ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോ ഇവിടെ കേരളത്തിൽ അത് നടക്കുകയാണ്. എങ്ങനെ കുട്ടിയെ കൊണ്ട് ബലം പ്രയോഗിപ്പിച്ച് ആ കുട്ടിയെ കൊണ്ട് ആ ക്ലോസറ്റ് നക്കിക്കുന്നു. അതിനുശേഷം ആ കുട്ടിയുടെ തല ക്ലോസറ്റിലേക്ക് താഴ്ത്തി പിടിക്കുന്നു. എന്നിട്ട് വെള്ളം ഫ്ലഷ് ചെയ്യുന്നു. കേട്ടിട്ടുണ്ടോ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മൃഗീയമായിട്ടുള്ള അക്രമം? ആ അക്രമം നടന്നതിന്റെ ഭാഗമായി ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ട് പോലും ഇതുവരെ കേരളത്തിലെ ഒരു മാധ്യമവും ഏതാണ് ആ സ്കൂൾ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്തിനാ മരിച്ചുപോയ ഒരു കുട്ടിയെ വീണ്ടും വീണ്ടും പൊതുസമൂഹത്തിൽ ഇങ്ങനെ മോശക്കാരനാക്കേണ്ട ഒരു ഗതികേട് നമുക്കില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം ഗവർണർ നിയമിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണവും അതുപോലെ തന്നെ CBIയുടെ അന്വേഷണ റിപ്പോർട്ടും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഒരു കുട്ടി ആക്രമിക്കപ്പെട്ടത് തെറ്റ്. ആ കുട്ടി ആക്രമിക്കപ്പെട്ടതിന്റെ ഭാഗമായി അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പോഴോ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും SFIയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റി. ഒന്നാമത്തത് ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കണം. രണ്ടാമത്തത് SFIയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഏതെങ്കിലും നിലക്ക് എത്തിക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഖാക്കളെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മയക്കുമരുന്നിനും മാധ്യമങ്ങൾക്കും അത്തരത്തിലുള്ള സകല മാകൾക്കുമെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം തുടരേണ്ട ഒരു സമയമാണിത്. ആ സമരം തുടരാൻ, ആ സമരത്തിന് കൂടുതൽ മുദ്രാവാക്യങ്ങളും കരുത്തുമാർജിക്കാൻ ഈ സമ്മേളനം കൊണ്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ഈ സമ്മേളനം നടക്കുന്ന കാലയളവ് നേരത്തെ ആർഷ സൂചിപ്പിച്ചു. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. സമാനതകളില്ലാത്ത അക്രമം നേരിട്ടവരാണ്. സമാനതകളില്ലാത്ത അക്രമം തുടർച്ചയായി വലതുപക്ഷവും മാധ്യമങ്ങളും തുടർച്ചയായി നമുക്ക് മേൽ കൊണ്ടുവന്ന് വർഷിച്ച ഒരു കാലമാണിത്. SFI ആയി എന്നുള്ളതിന്റെ പേരിൽ മാത്രം SFIയുടെ നിരവധി സഖാക്കൾ, എനിക്ക് മുമ്പിലും എനിക്ക് തൊട്ടും ഇരിക്കുന്ന ഒട്ടനവധിയായിട്ടുള്ള സഖാക്കൾ, ആ സഖാക്കൾ തുടർച്ചയായി പല വിധത്തിലുള്ള ആക്രമണങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നിലേക്കും കടക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന കൊച്ചിയിലെ സ്കൂളിനെ കുറിച്ച്? ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ഇരിക്കുന്നതിൽ എനിക്ക് മുമ്പിൽ ഇരിക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഒരു മാധ്യമവും പറഞ്ഞിട്ടില്ല. ആ സ്കൂളിലാണ് ഹയർ സെക്കൻഡറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ 16 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ അതിക്രൂരമായി റാഗിങ്ങിന്റെ പേരിൽ പീഡിപ്പിച്ചത്. ഒരു കുട്ടിയെ ക്ലോസറ്റ് നക്കിക്കുകയാണ്. RSSകാർ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോ ഇവിടെ കേരളത്തിൽ അത് നടക്കുകയാണ്. എങ്ങനെ കുട്ടിയെ കൊണ്ട് ബലം പ്രയോഗിപ്പിച്ച് ആ കുട്ടിയെ കൊണ്ട് ആ ക്ലോസറ്റ് നക്കിക്കുന്നു. അതിനുശേഷം ആ കുട്ടിയുടെ തല ക്ലോസറ്റിലേക്ക് താഴ്ത്തി പിടിക്കുന്നു. എന്നിട്ട് വെള്ളം ഫ്ലഷ് ചെയ്യുന്നു. കേട്ടിട്ടുണ്ടോ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മൃഗീയമായിട്ടുള്ള അക്രമം? ആ അക്രമം നടന്നതിന്റെ ഭാഗമായി ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ട് പോലും ഇതുവരെ കേരളത്തിലെ ഒരു മാധ്യമവും ഏതാണ് ആ സ്കൂൾ എന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ അങ്ങനെയാണ്. നിങ്ങൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു അനീതി നടന്നാൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേര് പറയണമെങ്കിൽ അതിൽ വേറെ പലതും ഉണ്ടാവണം. മുമ്പ് നെഹ്റു കോളേജിൽ ജിഷ്ണു പ്രണോയ് ആത്മഹത്യ ചെയ്തപ്പോ ഒരു മാധ്യമവും പറഞ്ഞിട്ടില്ല ഏതാണ് ജിഷ്ണു പ്രണോയുടെ ക്യാമ്പസ്. അവസാനം അവിടേക്ക് SFI മാർച്ച് നടത്തി. SFI പ്രഖ്യാപിച്ചു ഇടിമുറികൾ ഞങ്ങൾ ഇടിച്ചു തകർക്കുമെന്ന് പ്രഖ്യാപിച്ചു. അവിടെ ഇടിച്ചു തകർത്തു. അപ്പോ പറഞ്ഞു നെഹ്റു കോളേജിലേക്ക് SFIയുടെ മാർച്ച് അക്രമാസക്തം. ഇവിടെ വയനാട് വെറ്ററിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്തിനാ മരിച്ചുപോയ ഒരു കുട്ടിയെ വീണ്ടും വീണ്ടും പൊതുസമൂഹത്തിൽ ഇങ്ങനെ മോശക്കാരനാക്കേണ്ട ഒരു ഗതികേട് നമുക്കില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം ഗവർണർ നിയമിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണവും അതുപോലെ തന്നെ CBIയുടെ അന്വേഷണ റിപ്പോർട്ടും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഒരു കുട്ടി ആക്രമിക്കപ്പെട്ടത് തെറ്റ്. ആ കുട്ടി ആക്രമിക്കപ്പെട്ടതിന്റെ ഭാഗമായി അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പോഴോ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും SFIയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റി. ഒന്നാമത്തത് ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കണം. രണ്ടാമത്തത് SFIയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഏതെങ്കിലും നിലക്ക് എത്തിക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെ വന്നാൽ മാത്രമേ കേരളത്തിൽ ഏറ്റവും മൃഗീയമായിട്ടുള്ള അക്രമങ്ങൾ പോലും, റാഗിംഗ് അടക്കമുള്ള ക്രൂര വിനോദം എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിമൃഗീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും ഇവിടെ വാർത്തയാകൂ. അതാണ് സ്ഥിതി. എന്തുകൊണ്ട് ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ പേര് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല? കാരണം ഏതെങ്കിലും ഒരു SFIക്കാരൻ നടന്നു പോകുന്നതിനിടയിൽ അദ്ദേഹം ഒന്ന് തുപ്പിയപ്പോ, ഉമിനീര് തെറിച്ചു വീണപ്പോ
അത് ഒരു മതിലിനപ്പുറത്തേക്കുള്ള ഒരു തൊടിയിലേക്ക് വീണ് ആ തൊടിയുടെ ഉടമസ്ഥന്റെ മകന്റെ മരുമകന്റെ പേരക്കുട്ടി SFIയുടെ കൊടി ഏതെങ്കിലും കാലത്ത് പിടിച്ചിരുന്നു എങ്കിൽ പറയുമായിരുന്നു ഈ നാട് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിയെ അതിമൃഗീയമായി ആക്രമിച്ച് കൊല്ലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഖാക്കളെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മയക്കുമരുന്നിനും മാധ്യമങ്ങൾക്കും അത്തരത്തിലുള്ള സകല മാകൾക്കുമെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം തുടരേണ്ട ഒരു സമയമാണിത്. ആ സമരം തുടരാൻ, ആ സമരത്തിന് കൂടുതൽ മുദ്രാവാക്യങ്ങളും കരുത്തുമാർജിക്കാൻ ഈ സമ്മേളനം കൊണ്ട് നമുക്ക് സാധിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനങ്ങൾ.